ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ജനറൽ നഴ്സിംഗ് അഡ്മിഷൻസ് 2025 കുറേ കാര്യങ്ങളാണ്. അപ്പം കുറേ കുട്ടികൾ, അധികം കുട്ടികൾ, ഒത്തിരി അനവധി നമ്മൾ നഴ്സിംഗ് അനുബന്ധമായിട്ട് ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് ബി സി, MSc നഴ്സിംഗിൻ്റെയൊക്കെ ഒത്തിരി അനവധി വീഡിയോസ് നമ്മുടെ ചാനലിലെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് 2025 ഓപ്പൺ ആയോ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് നമുക്ക് ബയോളജി സയൻസുകാർ ഏറ്റവും കൂടുതൽ പ്രിഫറൻസും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ജനറൽ നഴ്സിംഗ് അപ്ലൈ ചെയ്ത്, എസ്പെഷ്യലി ഗവൺമെൻറ് പ്രൊവിഷൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് എഡ്യൂക്കേഷൻ. അത് വന്നിട്ട് നമുക്കതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് സ്റ്റൈഫനും കിട്ടും. അപ്പോൾ ഫിനാൻഷ്യലി ഒരു രീതിയിൽ നമുക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ, അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകളിൽ ആപ്ലിക്കേഷൻസ് വെക്കണം. അപ്പോൾ ബയോളജി സയൻസ് കഴിഞ്ഞ് സീറ്റ് ലാബ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ള ഗ്രൂപ്പുകാർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബയോളജിക്കാർ നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ജനറൽ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിങ് എങ്ങനെ ആയിരിക്കും? അപ്പം നിലവിലത്തെ ഒരു ഇതനുസരിച്ചിട്ട് LBS മുഖേനയാണെന്നൊരു ഇത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ അറിയണ്ടേ, കൺഫർമേഷൻ നമുക്ക് സൈറ്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ LBS വഴി തന്നെ നമുക്ക് ഇതിനകത്തും ഓപ്ഷൻ രജിസ്ട്രേഷൻ മുഖേന ആപ്ലിക്കേഷൻസ് വെക്കുന്ന ഒരു സാഹചര്യമാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. നേരത്തെയൊക്കെ നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് വെക്കാനായിട്ട് നമുക്ക് അതാത് ഡിസ്ട്രിക്റ്റിലുള്ള നഴ്സിംഗ് സ്കൂളുകൾ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ചലാൻ റെസിപ്റ്റ് അയച്ച് നമ്മൾ ചെയ്യുന്നൊരു പ്രൊവിഷനായിരുന്നു. പക്ഷേ ഇനി ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ട് ഓൺലൈൻ പ്രൊവിഷൻ ഓപ്ഷൻസ് വരാനൊരു സാധ്യതയാണ്. LBS അണ്ടർടേക്ക് എന്നൊരു സാഹചര്യമാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ കൺഫർമേഷൻ പറയാമെന്ന് വെച്ചാൽ LBSൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോസസ്സിലൂടെ നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിലേക്ക് നമുക്ക് കാറ്റഗറി റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിൽ ഡിസ്ട്രിക്ട് വൈസിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് വെക്കുമ്പോൾ, പക്ഷേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്ക് നമ്മൾ ജനറൽ നഴ്സിംഗിന് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ മെഡിക്കൽ കോളേജസിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ വർഷത്തെ പ്രൊഫൈൽ ഇനി വരണം. ഇപ്പോൾ LBS സൈറ്റ് മുഖേന പ്രൊഫൈൽ വന്നാൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരിയധികം പ്രയാസം, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ഒത്തിരി കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പ്രൊവിഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നേരത്തെ നമുക്ക് DME DHS അണ്ടറിലായിരുന്നു. ഇപ്പോൾ ആ ഒരു ചേഞ്ച് വന്നെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എനിവേ നമ്മുടെ ചാനലിലെ വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നീറ്റൊക്കെ എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ജിപ്മർ അങ്ങനെയുള്ളിടത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഫീസ് കുറവാണ്. സെൻട്രൽ ഗവൺമെൻറ് ബേസിസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. BS നഴ്സിംഗ്, ബയോളജി സയൻസ് ആയവർക്ക് നീറ്റ് ആപ്ലിക്കൻസിനൊക്കെ ഉള്ളൂ. പിന്നെ MNSൻ്റെ കേസ് ആണെങ്കിലും നിങ്ങൾ മിലിറ്ററി ബേസിസിൽ പോയാലും കുഴപ്പമില്ല. നമുക്ക് നീറ്റിൻ്റെയും പിന്നെ അവരുടെ എൻട്രൻസ് എക്സാം എഴുതുന്ന ഒരു ഇതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സൈറ്റൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ വരുന്ന വർഷങ്ങളിലേക്കും നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ വീഡിയോ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവിഷനോടെ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട്, കമ്പാരിറ്റീവ്ലി ഫീസ് കുറച്ച് കുറവോടെ നമുക്ക് നീറ്റിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ നമുക്ക് ആന്ധ്ര സൈഡിലുള്ള മെഡിക്കൽ കോളേജസിലൊക്കെ ആപ്ലിക്കേഷൻസ് വെക്കാം. ചില കോളേജസ് അങ്ങനെ ആനുകൂല്യങ്ങൾ വെച്ചിട്ട് വെക്കുന്ന കോളേജസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ആ പ്രൊഫൈൽ കോളേജസിനെ കുറിച്ച് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിലല്ല. നമ്മളെപ്പോഴും കോളേജിനെ കുറിച്ചും അതിനെക്കുറിച്ച് നഴ്സിംഗിനെ ആസ്പദമാക്കിയിട്ടുള്ള കോളേജസിനെ വ്യക്തമായി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് വേണം കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വെക്കാൻ. ജനറലൈസ് ചെയ്തിട്ടുള്ള നഴ്സിംഗിൻ്റെ പ്രോസസ്സെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. എനിവേ, കേരളത്തിന് പുറത്തൊക്കെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എവിടെയാണ് നല്ലത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒട്ടുമേ അറിയാത്തവരൊക്കെയാണെങ്കിൽ മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും മെഡിക്കൽ കോളേജസിൽ ആപ്ലിക്കേഷൻ നമുക്ക് വെക്കുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഓർക്കുക, കറക്റ്റായിട്ട് INC റെഗുലേഷൻസ്, പ്രാക്ടിക്കൽ സൈഡ്, ടീച്ചിങ് സൈഡ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ, എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസിലുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന, ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നഴ്സിങ്ങിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസിലുള്ള മറ്റൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.